ഹായ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യുറേനിയം അൺറസ്റ്റ്. സെക്കൻഡ്, ക്യാൻ ടൈം ലൈൻസ് ബി ഫിക്സഡ് ഫോർ ഗവർണേഴ്സ്. തേർഡ്, ഹൗ ഡിഫറെന്റ് ആർ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ടു നോർമൽ കമ്പ്യൂട്ടേഴ്സ്. ഫോർത്ത്, അസ്ട്രോണമേഴ്സ് ഹാവ് സ്പോട്ടഡ് ദ ബിഗ്ഗസ്റ്റ് ബാങ് സിൻസ് ദ ബിഗ് ബാങ്. നമുക്ക് ഓരോ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യുറേനിയം അൺറസ്റ്റ്. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ റീസെന്റ് ആയിട്ട് വരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് മേഘാലയയിൽ യുറേനിയം മൈൻ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഇത് അവിടുത്തെ കാസി ഗ്രൂപ്പ് എന്ന് പറയുന്ന ലോക്കൽ ഗ്രൂപ്പ് എതിർക്കുകയാണ്. അവർ ഒപ്പോസ് ചെയ്യുന്നത് ട്രൈബൽ റൈറ്റ്സ്, ഗവേണൻസ്, സേഫ് ഗാർഡിനെ മുൻനിർത്തിയാണ് അവർ എതിർക്കുന്നത്. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതായത് പബ്ലിക്കിന്റെ കൺസിഡറേഷൻ ഇവിടെ ആവശ്യമില്ല എന്നാണ് സെൻട്രൽ പറയുന്നത്. ഇതാണ് ഈ ന്യൂസിൽ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ട്രൈബൽ റൈറ്റ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ്, അതായത് കാസി ഗ്രൂപ്പാണ് അവിടുത്തെ ട്രൈബൽ ഗ്രൂപ്പ്. അവരെന്താണ് 1980 മുതൽ ഈ ഒരു മൈനിങ്ങിനെ എതിർക്കുന്നതാണ്. അതുപോലെ 6th ഷെഡ്യൂളിൽ എന്താണ് ഈ പറഞ്ഞ ട്രൈബൽ പ്രൊട്ടക്ഷൻ ആണ് അതിൽ പറയുന്നത്. അതുപോലെ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിലും എന്താണ് പ്രൊട്ടക്ടിങ് ലാൻഡ് ആൻഡ് റിസോഴ്സ് ഓഫ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇതാണ് ഇവരുടെ റോൾ ഇവിടെ വരുന്നത്. അതുപോലെ എന്താണ് എൻവയോൺമെന്റൽ കൺസേൺ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ യുറേനിയം മൈൻ ചെയ്യുന്നത് വഴി എന്താണ് ഒരുപാട് എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ഉണ്ടാവും. അതുപോലെ എന്താണ് ഈ റേഡിയേഷൻ എക്സ്പോഷർ, അതുപോലെ എന്താണ് ലാൻഡ്സ്കേപ്പ് ഡാമേജ്, ഇങ്ങനെ ഒരുപാട് എൻവയോൺമെന്റൽ ഡാമേജ് ഒരുപാട് ഉണ്ടാകും. അതുപോലെ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീ, പ്രയർ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ് അണ്ടർ ഗ്ലോബൽ നോംസ്. ഗവേണൻസ് നോക്കുകയാണെങ്കിൽ ഓഫീസ് മെമ്മോറാണ്ടം, അതായത് ഈ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് അസസ്മെന്റ്, അതായത് അവിടുത്തെ ലോക്കൽ പീപ്പിൾസിന്റെ കൺസേൺ കാര്യങ്ങളൊക്കെ നോക്കും. എന്നാൽ ഇതിനെ എന്താണ് ബൈപ്പാസ് ചെയ്യുകയാണ് ഓഫീസ് മെമ്മോറാണ്ടം. അപ്പൊ ഇത് പ്രകാരം എന്താണ് അങ്ങനെ ഒരു കൺസേണോ കാര്യങ്ങളോ ഒന്നും ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. അതുപോലെ കമ്മ്യൂണിറ്റീസ് മേ ചലഞ്ച് ദ ഓഫീസ് മെമ്മോറാണ്ടം ഇൻ കോർട്സ് citing precedents like Nemagiri 2013 which upheld tribal consent in resource project. Risk of treating tribal land as a resource frontier. ഇതൊക്കെയാണ് ഗവേണൻസിന്റെ ഭാഗത്തായിട്ട് വരുന്നത്. ഇതിൽ വേ ഫോർവേഡ് നോക്കുകയാണെങ്കിൽ എന്താണ് റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുക ഈ ഒരു ഓഫീസ് മെമ്മോറാണ്ടം, എന്നിട്ട് സേഫ് ഗാർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്യുക. അതുപോലെ എന്താണ് എൻകറേജ് ഡയലോഗ് വിത്ത് അഫക്റ്റഡ് കമ്മ്യൂണിറ്റീസ് ഇൻസ്റ്റെഡ് ഓഫ് കോയേഷൻ. അതായത് അഫക്റ്റഡ് കമ്മ്യൂണിറ്റീസിനെ എൻകറേജ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ വരിക, അല്ലാതെ അവരെ നിർബന്ധിച്ച് അവിടുന്ന് മാറ്റുക അങ്ങനെയുള്ള പ്രശ്നങ്ങളിലോട്ടൊന്നും പോകാതിരിക്കുക. അതുപോലെ വേറെ ചെയ്യാൻ പറ്റുന്ന എന്താണ് വേറൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് കണ്ടെത്തുക, യുറേനിയം ഡെപ്പോസിറ്റ് കണ്ടെത്തി അവിടെ ചെയ്യുക, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുക. അതുപോലെ എന്താണ് അതർ പവർ ജനറേഷൻ ഓപ്ഷൻസ് ഒക്കെ നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു വേ ഫോർവേഡ് ആയിട്ട് പറയാൻ പറ്റുന്നത്. UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2-ലും 3-ലും വരുന്നത്. GS പേപ്പർ 2-ൽ എന്താണ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഗവർണൻസ് ഒക്കെയാണ് വരുന്നത്. GS പേപ്പർ 3-ൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നോക്കുക. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ക്യാൻ ടൈം ലൈൻസ് ബി ഫിക്സഡ് ഫോർ ഗവർണേഴ്സ്. ഈ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഒരു ബില്ല് ഗവർണർക്ക് പാസ് ചെയ്യുന്നു. അത് ഗവർണർ ഒന്നെങ്കിൽ അത് അസെൻഡ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ എന്താണ് പ്രസിഡന്റിന്റെ കൺസിഡറേഷനിലേക്ക് മാറ്റിവെക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയങ്ങളിലൊക്കെ എന്താണ് പ്രസിഡന്റോ അല്ലെങ്കിൽ ഗവർണറോ എന്താണ് ഈ ബില്ല് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ എന്താണ് സ്റ്റേറ്റിന്റെ ആ ഒരു പ്രോസസ്സ് അവിടെ ഡിസ്കണ്ടിന്യൂ ആയിട്ട് അവിടെ ഹോൾഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ടായിരുന്നത് 3 മാസത്തെ ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 3 മാസത്തിനുള്ളിൽ ഈ ബില്ലിനുള്ള ഒരു തീർപ്പാക്കണം. അതാണ് ഈ ന്യൂസിൽ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇഷ്യൂസ് നോക്കിയാൽ എന്താണ് ഗവർണേഴ്സ് ഹാവ് ഓഫൻ ഡിലേഡ് അസെന്റ് ഓർ റിസർവ്ഡ് ബിൽസ് അഗെയിൻസ്റ്റ് ദ അഡ്വൈസ് ഓഫ് സ്റ്റേറ്റ് ക്യാബിനറ്റ്സ് കോസിംഗ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെന്റർ. അതായത് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റും സെന്ററും തമ്മിലുള്ള എന്താണ് ആ ഒരു ഫ്രിക്ഷനെയാണ് ബാധിക്കുന്നത്. ഫ്രിക്ഷൻ ഉണ്ടാവുകയാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന വഴി. 2025 ഏപ്രിലിലെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നോക്കുകയാണെങ്കിൽ ഗവർണേഴ്സ് മസ്റ്റ് ഡിസൈഡ് വിത്തിൻ 3 months ഓൺ അസെന്റ്, വിത്ത് റിസർവിംഗ് ബില്ല്. എന്താണ് ഗവർണർ ഈ 3 മാസത്തിനുള്ളിൽ ഒന്നെങ്കിൽ അസെന്റ് ചെയ്യുക, വിത്ത് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ബില്ല് റിസർവിൽ വെക്കുക. ഇഫ് എ ബിൽ ഈസ് റിട്ടേൺ ആൻഡ് പാസ്ഡ് അഗെയിൻ ഗവർണർ ഈസ് ബൗണ്ട് ടു അസെന്റ്. ഇപ്പൊ എന്താണ് ഇത് തിരിച്ചു നൽകി അതിന് ശേഷം വീണ്ടും ഈ ബില്ല് വരുവാണെങ്കിൽ എന്താണ് ഗവർണർ ഉറപ്പായിട്ടും ഇതിന് അസെന്റ് കൊടുത്തിരിക്കണം. അതുപോലെ എന്താണ് ദ പ്രസിഡന്റ് മസ്റ്റ് ഡിസൈഡ് ഓൺ റിസർവ്ഡ് ബിൽസ് വിത്തിൻ 3 months. പ്രസിഡന്റ് എന്താണ് 3 മാസത്തിനുള്ളിൽ ഈ ഒരു എന്താണ് റിസർവ്ഡ് ബില്ലിന് എന്താണ് അതിലൊരു തീരുമാനം എടുത്തിരിക്കണം. സച്ച് ഡിസിഷൻ ആൻഡ് ഡിലേസ് ആർ ഓപ്പൺ ടു ജുഡീഷ്യൽ റിവ്യൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 200, ആർട്ടിക്കിൾ 201, ആർട്ടിക്കിൾ 163. 200 എന്താണ് ഓപ്ഷൻ ബിഫോർ ഗവർണർ ഓൺ സ്റ്റേറ്റ് ബിൽസ് അസെന്റ്, വിത്ത് ഹോൾഡ്, റിട്ടേൺ. അതാണ് എന്താണ് ഓപ്ഷൻസ് ഉള്ളത് ഗവർണറുടെ ഓപ്ഷൻ എന്ന് വരുന്നത്. അല്ലെങ്കിൽ എന്താണ് പ്രസിഡന്റിന് റിസർവ് ചെയ്യുക.
ആർട്ടിക്കിൾ 201 എന്താ വരുന്നത്? പ്രൊസീജിയർ ഫോർ പ്രസിഡന്റ് ഓൺ ബിൽസ് റിസർവ്ഡ്. ആർട്ടിക്കിൾ 163 എന്താ വരുന്നത്? ഗവർണർ ടു ആക്ട് ഓൺ അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ എക്സെപ്റ്റ് വെയർ കോൺസ്റ്റിറ്റ്യൂഷൻ അലോസ് ഡിസ്ക്രിഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രിസ്ക്രൈബ് ടൈം ലൈൻസ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ ടൈം ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് 3 മാസത്തിനുള്ളിൽ തീർപ്പാക്കുക കാര്യങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ് ഈ 3 ആർട്ടിക്കിളിൽ പറയുന്നത്. കമ്മീഷൻ റെക്കമെൻഡേഷൻ നോക്കുകയാണെങ്കിൽ സർക്കാരിയ കമ്മീഷൻ 1987 എന്താണ്? റിസർവേഷൻ ഷുഡ് ബി റെയർ, പ്രസിഡന്റ് ടു ആക്ട് വിത്തിൻ 6 months. പൂഞ്ച് കമ്മീഷൻ 2010 എന്താണ്? ഗവർണർ ടു ഡിസൈഡ് ഓൺ അസെന്റ് വിത്തിൻ 6 months. അതുപോലെ എന്താണ്? സെന്റർ പറയുന്നത് എന്താണ്? ഗവർണർ ഹാസ് ഡിസ്ക്രിഷൻ അണ്ടർ ആർട്ടിക്കിൾ 163. ടൈം ലൈൻസ് നോട്ട് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്പ്യൂട്ട് മസ്റ്റ് ബി സെറ്റിൽഡ് പൊളിറ്റിക്കലി. അതായത് എന്താണ്? ആർട്ടിക്കിൾ 161 പ്രകാരം പറയുകയാണെങ്കിൽ എന്താണ്? ഗവർണറായ ഡിസ്ക്രിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ഒരു ടൈം ലിമിറ്റോ കാര്യങ്ങളോ പറയുന്നില്ല. സ്റ്റേറ്റ് എന്താണ് പറയുന്നത്? ഡിലേസ് അണ്ടർമൈൻ എലക്ടഡ് ഗവൺമെന്റ്സ് അസെന്റ് ഈസ് നോട്ട് എ ഡിസ്ക്രിഷണറി പവർ ഓഫ് എക്സെപ്റ്റ് ഇൻ ലിമിറ്റഡ് കേസസ്. ഓക്കെ, ഇവിടെ ഒരു വേ ഫോർവേഡ് ആയിട്ട് കാണാൻ പറ്റുന്നത് എന്താണ്? ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കലി ഇതിനെ കാണുന്നത് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ എന്താണ്? ഫെഡറൽ ബാലൻസ് പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സുപ്രീം കോടതിയുടെ ഈ ഒരു വ്യൂവിനെ എന്താണ്? റെസ്പെക്ട് ചെയ്യുക. ആർട്ടിക്കിൾ 200 സുപ്രീം കോടതിയുടെ ഇന്റർപ്രിട്ടേഷൻ അതെന്താണോ അതിനെ റെസ്പെക്ട് ചെയ്യുക. അതുപോലെ ഫോളോ ടൈം ലൈൻസ് ടു അപ്ഹോൾഡ് ഡെമോക്രാറ്റിക് ആൻഡ് ഫെഡറൽ പ്രിൻസിപ്പിൾസ്. ഇതാണ് നമുക്കിവിടെ ഉള്ള വേ ഫോർവേഡ് ആയിട്ട് വരുന്നത്. ഈ ന്യൂസിന്റെ UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 പൊളിറ്റിയും ഗവർണൻസിലാണ് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ്, റോള്, പവേഴ്സ് ഗവർണറുടെയും പ്രസിഡന്റിന്റെയും ഒക്കെയാണ് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഹൗ ഡിഫറെന്റ് ആർ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ടു നോർമൽ കമ്പ്യൂട്ടേഴ്സ്. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ ഈ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഹൈ പെർഫോമൻസ് മെഷീൻസ് ആണ്. ഇവർക്ക് എന്താണ്? മാസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? വളരെ എളുപ്പത്തിൽ തന്നെ സോൾവ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ എന്താണ്? കോംപ്ലക്സ് പ്രോബ്ലംസ്, അതായത് ഒരു ഓർഡിനറി കമ്പ്യൂട്ടർ ചെയ്യാൻ പറ്റുന്നതിന്റെ അധികമായിട്ട് ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ്? ഈ വെതർ ഫോർകാസ്റ്റിംഗ്, ക്ലൈമറ്റ് റിസർച്ച്, ന്യൂക്ലിയർ സിമുലേറ്റേഷൻ, ആസ്ട്രോണമി, ഡ്രഗ് ഡിസ്കവറി, AI, ഡിഫൻസ് മോഡലിംഗ്, ഇതൊക്കെ എന്താണ്? ഇവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ റീസെന്റ് ആയിട്ട് എന്താണ്? ഇന്ത്യ ഒരു സ്ട്രോങ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് എക്കോസിസ്റ്റം എന്താണ്? ഫോം ചെയ്തു. ഫ്രം എവിടുന്ന്? പരം സീരീസ് ടു ദ ലേറ്റസ്റ്റ് ഐരാവത് PSA അണ്ടർ എന്ത്? നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന്റെ അണ്ടറിൽ. ഡെഫിനേഷൻ ആൻഡ് വർക്കിംഗ് നോക്കുകയാണെങ്കിൽ ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ലാർജ് ആയിട്ടുള്ള പ്രോബ്ലംസ്, കോംപ്ലക്സ് പ്രോബ്ലംസ് ഒക്കെ എന്താണ്? സോൾവ് ചെയ്യും. എന്ത്? പാരലൽ കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, മെയിൻ കമ്പോണൻസ് എന്ന് വെച്ചാൽ പ്രോസസർ, നോഡ്സ്, ഹൈ സ്പീഡ് നെറ്റ്വർക്ക്, മാസീവ് സ്റ്റോറേജ് സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം, എഫിഷ്യന്റ് പവർ സപ്ലൈ, ഇതൊക്കെയാണ് എന്ത്? ഇതിന്റെ മെയിൻ കമ്പോണൻസ് ആയിട്ട് വരുന്നത്. പെർഫോമൻസ് മെഷേർഡ് ഇൻ എന്ത്? ഫ്ലോപ്സ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ പെർ സെക്കൻഡ്, ഇതിലാണ് എന്ത്? മെഷർ ചെയ്യുന്നത്. മോഡേൺ സിസ്റ്റം അച്ചീവ് എക്സാ ഫ്ലോപ്സ്. ഓക്കെ, സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ യൂസ് പാരലൽ പ്രോഗ്രാമിംഗ് ടൂൾസ്. അതുപോലെ എന്താണ്? ഷെഡ്യൂളേഴ്സ് അലോക്കേറ്റ് ജോബ് അക്രോസ് 1000 of nodes. Users submit job script via secure connection. Results are later analyzed on personal machines. ഇന്ത്യ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ജേർണി നോക്കുകയാണെങ്കിൽ എന്താണ്? 1980s എന്താണ് നമ്മൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ പരം 80,000 എന്ന് പറയുന്നത് 1991 ലോഞ്ച് ചെയ്തത്. സീഡാക്ക് ആണ് ലോഞ്ച് ചെയ്തത്. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ 2015 നോക്കുകയാണെങ്കിലാണ് ഇതൊരു ജോയിന്റ് ഇനിഷ്യേറ്റീവ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും അതുപോലെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ജോയിന്റ് ഇനിഷ്യേറ്റീവ് ആണ്. ഗോൾ നോക്കുകയാണെങ്കിൽ 70+ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ് ആണ് ഇവരുടെ ഗോൾ എന്ന് പറയുന്നത്. ഫോക്കസ് ഓൺ എന്ത്? ഇൻഡിജീനിയസ് ഹാർഡ്വെയർസ്, അതുപോലെ എന്താണ്? ഹാർഡ്വെയർസ് ആൻഡ് സോഫ്റ്റ്വെയർസ് ആണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ലീഡിംഗ് സിസ്റ്റംസ് നോക്കുകയാണെങ്കിൽ ഐരാവത് PSI, പ്രത്യുഷ് ആൻഡ് മിഹാർ, അതുപോലെ പരം സീരീസ് അക്രോസ് IITs, IISCRs, IISCs ആണ് വരുന്നത്. ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്? വെതർ ആൻഡ് മൺസൂൺ ഫോർകാസ്റ്റിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് റിസർച്ച്, ഓഷൻ ആൻഡ് ഹിമാലയൻ സ്റ്റഡീസ്, ആസ്ട്രോണമി, ബാക്ക് ഹോൾസ്, ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ് വരുന്നത്. ഡ്രഗ് ഡിസ്കവറി, മോളിക്യുലർ ബയോളജി, നാനോ ടെക്നോളജി, അതുപോലെ എന്താണ്? AI മോഡൽ ട്രെയിനിങ്, ഡിഫൻസ് സിമുലേഷൻസ് ഒക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3 വരുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ്, ഡിഫൻസ്, ഈ ഭാഗങ്ങളിലാണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. Astronomers have spotted the biggest bang since the Big Bang. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ എന്താണ്? ഗാമ റേ ബേസ്റ്റ് എന്ന് പറയുന്നത് ബിഗ് ബാങ്ങിന് ശേഷമുള്ള ഒരു മോസ്റ്റ് പവർഫുൾ ഇവന്റ് ആയിട്ടാണ്, യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു മോസ്റ്റ് പവർഫുൾ ഇവന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹവായ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആസ്ട്രോണമി എന്താണ്?
ഒരു പുതിയൊരു കാര്യം ഐഡന്റിഫൈ ചെയ്യുകയാണ്. അതായത് എക്സ്ട്രീം ന്യൂക്ലിയർ ട്രാൻസിയൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിന, ഒരു കോസ്മിക് ഫിനോമിന. ഈ ഫിനോമിന എന്ന് പറയുന്നത് ഈ GRB, അതായത് ഗാമാറേ ബേസ്റ്റിനെ കാട്ടിലും എന്താണ് ഹൈ ആയിട്ടുള്ള ഒന്നാണെന്ന് കണ്ടുപിടിക്കുകയാണ്. വാട്ട് ആർ ENDs? ENDs എന്താന്ന് വെച്ചാൽ ഈ ഒരു മാസീവ് സ്റ്റാർസ് ഈ ബ്ലാക്ക് ഹോളിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേന് അതിന്റെ ഗ്രാവിറ്റേഷൻ പുള്ള് കാരണം എന്താണ്, ഇത് എക്സ്പ്ലോഡ് ചെയ്യുകയാണ്. ഇത് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, സണ്ണിന്റെ മാസിനെ കാട്ടിലും കൂടുതലാണ്. ഓക്കെ, അതുപോലെ എന്താണ് 10 times more energetic than GRBs. How were they discovered? First observed through data from the ESA's Gaia സ്പേസ് ക്രാഫ്റ്റ് വഴിയാണ്. അതുപോലെ എന്താണ് കൺഫേംഡ് ലേറ്റർ എന്ത് സ്വിസ്കി ട്രാൻസിയന്റ് ഫെസിലിറ്റി വഴിയാണ് 2023 ഒബ്സർവേഷൻ. അതുപോലെ എന്താണ് ഡിഫറൻസ് ഫ്രം ദ അതർ ഫിനോമിന നോക്കുകയാണെങ്കിൽ എന്താണ് ടൈഡൽ ഡിസ്ട്രപ്ഷൻ ഇവന്റ്സ് ബോത്ത് ഇൻവോൾവ് ബ്ലാക്ക് ഹോൾസ് കൺസ്യൂമിങ് സ്റ്റാർസ് ബട്ട് ENDs occur with more massive stars and larger host galaxy making them rare. അതുപോലെ എന്താണ് ഫാസ്റ്റ് എക്സ്റേ ട്രാൻസിയൻസ് നോക്കുകയാണെങ്കിൽ FXT are short-lived, less energetic burst from supernova jets unlike the long-lasting powerful ENDs. Scientific importance നോക്കുകയാണെങ്കിൽ എന്താണ് help in studying supermassive black holes, അതുപോലെ provides insight in early universal physics and galaxy evolution, future AI driven telescopes ഒക്കെയാണ് എന്ത് സയന്റിഫിക് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഈ ന്യൂസിന്റെ UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ എന്താണ് GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് വരുന്നത്. ഈ ഭാഗങ്ങൾ നോക്കുക. ഓക്കെ, താങ്ക് യു.